The Three L's of Empowerment is a speech delivered by Christine Lagarde, the first woman finance minister of France. Here, she shares her ideas about the requisites of women empowerment. Her words are powerful enough to guide our girls in their efforts to empower themselves. ക്രിസ്റ്റീൻ ലഗാർഡിൻ്റെ ദ 3 L's ഓഫ് വിമൻ എംപവർമെൻറ്റ്, ആ ഒരു സ്പീച്ചിൽ ലഗാർഡ് എന്താണ് വിമൻ എംപവർമെൻറ്റിൻ്റെ റെക്വിസിറ്റ്സ് എന്നാണ്, അതിന് വേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഒരു വുമൺ എംപവേർഡ് ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണെന്നാണ് പറയുന്നത്. ലഗാർഡിന്റെ വേർഡ്സ് നമ്മുടെ ഗേൾസിനെ അവരുടെ എംപവേർഡ് ആവുക എന്നുള്ള ആ ഒരു എഫേർട്ടിലേക്ക് അവർക്ക് ഗൈഡൻസ് ആയിട്ട്, അവർക്കൊരു മാർഗനിർദ്ദേശമായിട്ട് എടുക്കാവുന്ന വാക്കുകളാണ്. Even today, women are not fully free. There are certain blocks or barriers in front of them. We should change our way of thinking, our attitude, and reconsider the economic role of women in this fast developing world. Half of the world's population consists of women, but in economic activities, women's participation is far less than 50%. That means women are denied equal opportunity. So women should open the door to opportunity, and Lagarde suggests the 3 L's of women empowerment. That is learning, labor, and leadership. These 3 L's will help them to empower themselves and thus to open the door to opportunity. ഇന്നും സ്ത്രീകൾക്ക് മുന്നിൽ ഒരുപാട് ബ്ലോക്കുകൾ, ഒരുപാട് തടസ്സങ്ങളുണ്ട്. അവർ മുഴുവനായിട്ടും ഫ്രീ ആവുന്നില്ല. നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറ്റണം. സ്ത്രീകൾക്ക് എക്കണോമിക് ആക്ടിവിറ്റീസിലുള്ള അവരുടെ പാർട്ടിസിപ്പേഷനെ കുറിച്ചൊക്കെ നമ്മൾ ഒന്നുകൂടി ചിന്തിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ചും ഇങ്ങനെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ വേൾഡിൽ പോപ്പുലേഷന്റെ 50% സ്ത്രീകളായിട്ടും സ്ത്രീകളുടെ എക്കണോമിക് ആക്ടിവിറ്റീസിലുള്ള പാർട്ടിസിപ്പേഷൻ 50%-നേക്കാൾ ഒരുപാട് താഴെയാണ്. അതായത് അവർക്ക് തുല്യ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നാണ് അതിനർത്ഥം. അപ്പൊ നമ്മൾ ആ ഓപ്പർച്യൂണിറ്റിയിലേക്കുള്ള ഡോറുകൾ ഓപ്പൺ ചെയ്തേ പറ്റൂ. അതിന് വേണ്ട 3 L's ആയിട്ട് the 3 L's of women empowerment ലഗാർഡ് സജസ്റ്റ് ചെയ്യുന്നത് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് ആണ്. Education is the foundation, it is the base. Without it, empowerment is impossible. Education helps women to be self-dependent. It helps them to break the bondage of exclusion. Christine Lagarde quotes an African proverb: if you educate a boy, you train a man. If you educate a girl, you train a village. That means, the educating women or the education provided for women is of far-reaching effects. An educated mother can mold a better society, a better nation, and a better generation through her children. Mother is the first teacher. She is also the best teacher. So by educating women, you can educate the whole world itself. That proverb stresses the far-reaching benefits of educating a girl. എഡ്യൂക്കേഷൻ ആണ് എംപവർമെന്റിന്റെ ഫൗണ്ടേഷൻ, അതാണ് ബേസ്. അതൊരു സ്ത്രീയെ സെൽഫ് ഡിപ്പെൻഡന്റ് ആക്കാൻ സഹായിക്കുന്നു. എല്ലാ തരത്തിലുള്ള ബോണ്ടേജുകളും ബ്രേക്ക് ചെയ്യാൻ അവളെ ഹെൽപ്പ് ചെയ്യുന്നതും എഡ്യൂക്കേഷനാണ്. ഒരു ഗേളിന് കൊടുക്കുന്ന എഡ്യൂക്കേഷന്റെ
ബെനിഫിറ്റ്സ് സ്ട്രെസ് ചെയ്യാൻ ലഗാർഡ് ഒരു ആഫ്രിക്കൻ പ്രോവർബ് ഉപയോഗിക്കുന്നു. അതായത് ഒരു ഗേളിനെ എഡ്യൂക്കേറ്റ് ചെയ്താൽ അത് ആ വില്ലേജിന് മുഴുവനായിട്ടും ബെനിഫിറ്റ് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. വില്ലേജിന് മാത്രമല്ല, സൊസൈറ്റി, നേഷൻ, വരുന്ന തലമുറകളിലേക്ക് കൂടി അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നു. അങ്ങനെ ലോകത്തിനെ വാർത്തെടുക്കാൻ, നല്ല രീതിയിൽ വാർത്തെടുക്കാൻ, സമൂഹത്തിനെ നല്ല രീതിയിൽ വാർത്തെടുക്കാൻ ഒരു എഡ്യൂക്കേറ്റഡ് വുമണ് അവളുടെ കുട്ടികളിലൂടെ കഴിയും. Then labor, it helps women to be financially secure or independent. It also helps her to achieve her goals. Education gives women an opportunity to use her potential. But even then, women are often offered low paying, low security and low status jobs. Equal pay must be guaranteed for equal work. And if we eliminate gender gaps in economic participation, it results in an increase in per capita income. രണ്ടാമത്തെ എൽ ആയിട്ട് ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത് ലേബർ ആണ്. അത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ സ്ത്രീകളെ ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നു. അവർക്ക് അവരുടെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടത് മാറുന്നു. പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിലും ഇന്നും സ്ത്രീകൾ പലപ്പോഴും കുറഞ്ഞ സാലറിയും കുറഞ്ഞ സെക്യൂരിറ്റിയും അതുപോലെ ലോ സ്റ്റാറ്റസും ഒക്കെയുള്ള ജോബുകളിൽ നിന്നു പോവാൻ നിർബന്ധിക്കപ്പെടുന്നു പല കേസുകളിലും. അതേപോലെ ഒരേ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, അതായിരിക്കണം നമ്മുടെ നിയമങ്ങൾ. അങ്ങനെ ആയിരിക്കണം നിയമങ്ങൾ. ഒരേ ക്വാളിഫിക്കേഷനും ഒരേ എഡ്യൂക്കേഷനും ഒക്കെയുള്ള മെയിലിനും ഫീമെയിലിനും രണ്ട് തരത്തിലുള്ള സാലറി കൊടുക്കുന്നത് ന്യായമല്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ എക്കണോമിക് പാർട്ടിസിപ്പേഷനിലുള്ള ജെൻഡർ ഗ്യാപ്പ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് വിമനും ഈക്വൽ ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ കാരണമാകും. അതുവഴി രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്കും കാരണമാകും. Outdated laws should be changed, and we should ensure that these laws are also favorable to women. As an example, Christine Lagarde tells us about the property and inheritance laws. We should make sure that it do not discriminate against women. Now, a son and a daughter should get equal share in her parents' property. Policies must be there to promote women's education, health care, etc. Then loans must be provided for women. നമ്മുടെ കാലഹരണപ്പെട്ട നിയമങ്ങൾ പലതും, അതായത് സ്ത്രീകൾക്ക് ഫേവറബിൾ അല്ലാത്ത നിയമങ്ങൾ പലതും നമ്മൾ മാറ്റേണ്ടതുണ്ട്. അതിനൊരു ഉദാഹരണമായിട്ട് ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത് പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോയുടെ കാര്യമാണ്. അത് സണ്ണിനും ഡോട്ടർക്കും, മകനും മകൾക്കും ഒരേ അവകാശം പാരൻസിന്റെ പ്രോപ്പർട്ടിയിൽ എൻഷുവർ ചെയ്യണമെന്നാണ് ലഗാർഡിന്റെ അഭിപ്രായം. പിന്നെ നമ്മളുടെ പോളിസികൾ ഒക്കെ എപ്പോഴും വിമന്റെ എഡ്യൂക്കേഷനെയും ഹെൽത്ത് കെയറിനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ ഉള്ള ചെയ്യാനുള്ള പോളിസികൾ ഉണ്ടായിരിക്കണം. അതുപോലെ ലോണുകൾ വിമനും ആക്സസിബിൾ ആവണം. Now the third L is leadership. It helps women to emerge out of their comfort zones and to come to the limelight. It gives them an opportunity to expose their inborn talents and abilities. Women are good leaders. They can do as much as men. A lady leader makes decisions based on consensus building, inclusion, compassion,
and also with a focus on long-term sustainability. Christine Lagarde means that while taking a decision, a woman takes into consideration the opinion of each and every member. She takes unanimous decisions. She includes everybody. In a democratic setup, the opinion of the majority matters, but a woman considers the opinion of each and every member. She includes everybody. She excludes nobody. And then women are more soft-hearted than men. They are compassionate. And while taking a decision, she focuses on the long-term sustainability of that project. While implementing a particular project, she considers the duration of that project, whether it will be of use for a long period of time, etc. So these are the benefits when a lady leads or when she takes decisions. That decision making process considers everyone. It excludes nobody. ഒരു ലീഡർഷിപ്പാണ് ദ ലാസ്റ്റ് എൽ ആയിട്ട് ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത്. അത് സ്ത്രീകളെ അവരുടെ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരാൻ, എമേർജ് ചെയ്യാൻ അവരെ സഹായിക്കും. പിന്നെ അവരുടെ ഇൻബോൺ ആയിട്ടുള്ള ടാലൻറ്റ്, സ്കിൽസ് ഇതൊക്കെ എക്സ്പോസ് ചെയ്യാൻ, അതൊക്കെ ഉപയോഗിക്കാനൊക്കെയുള്ള അവസരം ആവുന്നു. സ്ത്രീകൾ നല്ല ലീഡേഴ്സാണ്. അവർക്ക് മെന്നെ പോലെ തന്നെ ചെയ്യാൻ അവർക്കും കഴിയും. ഈ ലേഡി ലീഡർ ആകുമ്പോൾ ഇത് കൂടാതെ ചില ബെനിഫിറ്റുകൾ കൂടിയുണ്ട്. ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് എല്ലാവരുടെയും ഒരു സർവ്വസമ്മതം എന്ന് പറയില്ല, അങ്ങനെ അത് നോക്കിയാണ് അവർ പലപ്പോഴും ഡിസിഷൻ എടുക്കുന്നത്. അവരെല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്നു. അതുപോലെ ഒരു സോഫ്റ്റ് ഹാർട്ടഡ് ആയിരിക്കും. ഇപ്പൊ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും. പിന്നെ ഒരു പ്രൊജക്റ്റ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡ്യൂറേഷൻ കൂടി അവർ കണക്കാക്കുന്നു. ഒരുപാട് കാലത്തേക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നതല്ലേ എന്നവർ ഉറപ്പുവരുത്തുന്നു. വളരെ കുറഞ്ഞ പീരീഡിലേക്ക് മാത്രമായിട്ട് ഗുണം കിട്ടുന്ന തരത്തിലല്ല, കുറച്ചുകൂടി ലോങ് ടേം ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഡ്യൂറേഷൻ കൂടി കൺസിഡർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സാധാരണ ഒരു ഡിസിഷൻ മേക്കിങ്ങിലെ മെജോറിറ്റിയുടെ ഒപ്പീനിയൻ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുക, മൈനോറിറ്റിയെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു. ഒരു വുമൺ ആവുമ്പോൾ എല്ലാം കൺസിഡർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതിനുള്ള ഒരു സാധ്യതയുണ്ട്, അത്തരം ഡിസിഷൻസ് എടുക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. സംടൈംസ് വിമൻ ലാക്ക് കോൺഫിഡൻസ്. വിമൻ ആർ റിയലി കോമ്പിറ്റന്റ് ബട്ട് നോട്ട് ഓഫൺ കോൺഫിഡൻറ്റ്. They must be confident as well as competent. If you are not confident, your competency will not be exposed before the world. World will remain unaware of your competence. So confidence and competence should match with each other. It should go hand in hand, otherwise it won't serve the purpose. Women should change their attitude, they should change their mindset, they should rewrite their own story, and they should dare the difference. By daring the difference, Christine Lagarde means the woman should come out of their comfort zones. They must be ready to take risks. Christine Lagarde പറയുന്നത് സ്ത്രീകൾക്ക് പലപ്പോഴും കോൺഫിഡൻസ് കുറയുന്നു. അവര് കോമ്പീറ്റന്റ് ആണ്, പക്ഷെ ആ കോമ്പീറ്റൻസിക്ക് അനുസരിച്ചുള്ള കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് ഈ കോമ്പീറ്റൻസ് ലോകം അറിയുന്നില്ല. അത് രണ്ടും മാച്ചിങ് ആയി പോയാലേ കാര്യമുള്ളൂ എന്നാണ് പറയുന്നത്. സ്ത്രീകള് അവർ ആ ഡിഫറൻസിനെ ഡയർ ചെയ്യണം. അവർക്ക് ഈ ചാലഞ്ചുകളെയൊക്കെ ഓവർകം ചെയ്ത് ആ റിസ്ക്, കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരണം. അങ്ങനെയാണെങ്കിലേ എംപവേർഡ് ആകാൻ കഴിയുള്ളൂ. Christine Lagarde winds up her speech saying that it's time for us to create a fair world.
where women are fully free to contribute their true potential. If you are brave enough to overcome the challenges, things will change. The world will change and women will be empowered. ക്രിസ്റ്റീൻ ലഗാർഡ് നമ്മൾ ഒരു സ്ത്രീകൾക്ക് അവരുടെ കഴിവുകൾ മുഴുവനായും ഉപയോഗിക്കാൻ പറ്റുന്ന സ്വതന്ത്രമായിട്ടുള്ള ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാത്ത ഒരു ലോകം ക്രിയേറ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ ഗുണം ആ ലോകത്തിന് തന്നെ ആയിരിക്കും. ലോകം തന്നെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് റീപ്പ് ചെയ്തെടുക്കുക എന്നാണ് പറയുന്നത്. നമ്മൾ ആ ചാലഞ്ചുകളെ ഓവർകം ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം സംഭവിക്കും. വിമൻ എംപവേർഡ് ആവും.